പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിക്കുന്ന ധ്വനി മിസൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്ന് സൂചന. 5500 കിലോമീറ്ററിന് മുകളിൽ പ്രഹരപരിധിയുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ തന്ത്രപരമായ ആയുധമാണ് ധ്വനി. ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ സ്വന്തമാക്കാനായി പാകിസ്ഥാനും ശ്രമിക്കുന്നതിനിടെയാണ് ധ്വനിയുടെ വരവ്. മിസൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്ന് സൂചന. 5500 കിലോമീറ്ററിന് മുകളിൽ പ്രഹരണ പരിധിയുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ്. ശബ്ദത്തേക്കാൾ 6 മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ധ്വനി വരുന്നതോടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അഗ്നി 3 മിസൈലിന്റെ ബൂസ്റ്റർ റോക്കറ്റിലാവും ധ്വനിയെ ഘടിപ്പിക്കുക. ധ്വനിയുടെ വേഗം ശബ്ദത്തേക്കാൾ 21 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധ്വനിയിൽ 10-ലധികം പോർമുനകൾ വഹിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത ആയുധങ്ങളാണെങ്കിൽ 1 ടൺ ഭാരവും ആണവ പോർമുനകളാണെങ്കിൽ 500 കിലോഗ്രാമും വഹിക്കാനാവുന്ന ആയുധമാണ് ധ്വനി. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 1 യൂണിറ്റിന് 500 കോടി രൂപയോളമാവും നിർമ്മാണ ചെലവ്. എന്നാൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് വഴിയുള്ള വൻതോതിലുള്ള ഉൽപാദനം വഴി ഇത് 200 കോടിയോളമായി കുറയ്ക്കാനുമാവും. ആദ്യഘട്ട പരീക്ഷണം കഴിഞ്ഞാൽ വ്യക്തമായൊരു പ്രോട്ടോടൈപ്പ് 2028-ൽ യാഥാർത്ഥ്യമാകും. 2035 ആകുമ്പോഴേക്കും 200 ധ്വനി മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്.